Hi students, welcome to our first video of the chapter Capital Structure. Every organization requires funds to start and run its business. In every stage, a business organization needs funds. As we know, fund is or finance is the lifeblood of the organization. The requirement for fund is continuous for a business concern. Then funds are needed in adequate quantity, and if the funds are inadequate, the business will suffer. And if funds are not properly managed, then the entire organization will suffer. Therefore, it is essential to estimate the capital or fund required as accurately as possible. അപ്പോൾ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് മുതൽ ആ ഓർഗനൈസേഷൻ എൻഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ പീരീഡിലും അവർക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിൽ അവർക്ക് ഒരു ടൈപ്പ് ക്യാപിറ്റൽ മാത്രം ആയി കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഒരു ടൈപ്പ് ക്യാപിറ്റൽ ആവുമ്പോൾ അവിടെ ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ റിസ്ക് കൂടും. ദെൻ അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ഓർഗനൈസേഷൻസ് അവരുടെ ക്യാപിറ്റൽ സെലക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ആണ് എടുക്കുക. ഡെറ്റ് ക്യാപിറ്റലിന്റെയും ഇക്വിറ്റി ക്യാപിറ്റലിന്റെയും കോമ്പിനേഷൻ ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ സിംപ്ലി റെഫേഴ്സ് ടു ദ മേക്കപ്പ് ഓഫ് ദ ക്യാപിറ്റലൈസേഷൻ ഓഫ് എ ഫേം. That is, here in capital structure, capitalization means long-term capital. This is the mix of debt and equity which a company uses to finance its long-term operations. ഇപ്പോൾ കമ്പനിയുടെ ലോങ് ടേം ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് അവർ സെലക്ട് ചെയ്യുന്ന അവരുടെ ഡെറ്റ് ക്യാപിറ്റലിൻ്റെയും ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെയും ആ ഒരു മിക്സ്, ആ കോമ്പിനേഷൻ, അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എല്ലാ ഓർഗനൈസേഷൻസും ഫുൾ ഇക്വിറ്റി ക്യാപിറ്റൽ ആയിട്ട് വെക്കില്ല. കാരണം ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിസ്ക് ക്യാപിറ്റൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ എമൗണ്ട് അവർ ഇക്വിറ്റി ക്യാപിറ്റൽ ആയിട്ട് റൈസ് ചെയ്യില്ല. ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബോറോ ചെയ്യുക. എല്ലാ ഫണ്ടും ബോറോ ചെയ്യാന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ പുറത്ത് ലോൺ എടുക്കാനൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളും ഡിബഞ്ചറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിലും അതും നമുക്ക് പറ്റില്ല. അപ്പോൾ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വേണം. Okay, then RH will define vessel. RH vessel says the term capital structure is frequently used to indicate the long-term source of funds employed in a business. അപ്പോൾ capital structure എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അതിൽ ലോങ് ടേം ക്യാപിറ്റൽ ആണ് മെയിൻ ആയിട്ടും ഉള്ളത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഇപ്പോൾ ഈ പല ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കാം. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഈ ഡെഫിനേഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് ദ റിലേഷൻഷിപ്പ് ഓർ റേഷ്യോ എമംഗ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്യാപിറ്റൽ. Then this involves a decision with respect to the types of securities to be issued and the relative proportion of each type of security. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് സെക്യൂരിറ്റീസ് വേണം അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ക്യാപിറ്റൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വേണം, ദെൻ അതിന് എത്ര പ്രൊപ്പോർഷൻ വീതം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ കമ്പനി എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോസ്റ്റ് നോക്കണം. കോസ്റ്റ് നോക്കുക, ദെൻ റിട്ടേൺ നോക്കണം. എപ്പോഴും അവർ നോക്കേണ്ടത് മിനിമം കോസ്റ്റിൽ മാക്സിമം റിട്ടേൺ ഗെയിൻ ചെയ്യാനായിട്ട് ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ബെനിഫിഷ്യൽ എങ്കിൽ അതെടുക്കുക. ആ ക്യാപിറ്റൽ സ്ട്രക്ചർ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ദെൻ അങ്ങനെ ആ രീതിയിൽ, അതായത് ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടെ മിനിമം കോസ്റ്റ് വെച്ച് മാക്സിമം റിട്ടേൺ ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലിന്റെ കോമ്പിനേഷൻ ഏതാണെങ്കിൽ അത്. ദെൻ ദിസ് സോർട്ട് ഓഫ് സിസ്റ്റം ഓഫ് ക്യാപിറ്റൽ ഇസ് നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്കറിയാം, പല ടൈപ്പ് ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാപിറ്റൽ ഉണ്ട്. അതിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് ഷെയറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതുണ്ട്, ഡിബഞ്ചറിൽ നിന്നുള്ളതുണ്ട്. ഷെയർ ആകുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇക്വിറ്റി ഷെയറും ഉണ്ട്, പ്രിഫറൻസ് ഷെയറും ഉണ്ട്. ദെൻ ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ടും വരിക ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട്, ഇതാണ് വരിക. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻഷ്യൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻഷ്യൽ സ്ട്രക്ചറും സെയിം ആണോ? അല്ല, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ചെറിയ ചെറിയ ഡിഫറൻസ് അതിന് വരുന്നുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് this is the proportion of different sources of long-term capital. Long-term capital means it includes equity and debt capital. It excludes short-term fund. അതിൽ short-term fund വരുന്നില്ല. But financial structure refers to the way the company's assets are financed. It includes
short-term as well as long-term capital, long-term sources. This represents all the long-term sources of capital and short-term sources of capital. In short, financial structure shows the pattern of total financing. Thus, capital structure shows only the part of financial structure. Okay, clear. Then debt, നമ്മളിപ്പോൾ ക്യാപിറ്റൽ പറഞ്ഞപ്പോൾ അതിൽ പല ടൈപ്പ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഡിബഞ്ചർ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ലോങ് ടേമിൽ വരിക. അപ്പോൾ അതിൽ ഡെറ്റ് ക്യാപിറ്റലിന് ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത? അത് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. കാരണം അതിന്റെ ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ പറഞ്ഞത് ഓർക്കുക. ഏറ്റവും ആദ്യം പ്രോഫിറ്റ് മൊത്തം ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് മൈനസ് ചെയ്യും? ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യും. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ലോണിന്റെയും അതുപോലെ ഡിബഞ്ചറിന്റെയും ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിന് മാത്രമാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ്, ഡെറ്റിന്റെ കോസ്റ്റ്, അത് ലോവേഴ്സ് ദ എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ദെൻ ഡെറ്റ് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ലിമിറ്റഡ് ടു എ ഫിക്സഡ് റിട്ടേൺ. അവർക്ക് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് റിട്ടേൺ മാത്രമേ നമുക്ക് കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ കോസ്റ്റ് കുറവാണ്. ദെൻ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. അപ്പൊ മാനേജ്മെന്റിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാനേജ്മെന്റിൽ കുറച്ച് പേരുടെ കയ്യിൽ തന്നെ അവരുടെ ആ ഒരു ഡിസിഷൻസ് എടുക്കുന്നതെല്ലാം ആ കുറച്ച് പേരുടെ കയ്യിൽ മാത്രം നിൽക്കും. അത് ഡൈലൂട്ടഡ് ആയിട്ട് പോവില്ല. ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് വരിക. ദെൻ ഡിസഡ്വാൻറ്റേജസ് നമുക്കറിയാം. ഒരു പരിധി വരെയൊക്കെ ഡെറ്റ് ക്യാപിറ്റൽ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസ്ക് കുറവാണ്. പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് കൂടും. അത് നമ്മൾ ഇനി തിയറി പഠിക്കുമ്പോൾ ആ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്കത് കാണാം. ഓക്കെ, ഒരു പരിധി വരെ മാത്രമാണ് ഡെറ്റ് ക്യാപിറ്റൽ നമുക്ക് ബെനിഫിഷ്യൽ ആവുള്ളൂ, റിസ്ക് കുറവായിട്ടുള്ളൂ. പക്ഷെ ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ റിസ്ക് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, this is the main disadvantage of debt capital. Next, we move on to the factors influencing capital structure. This is very important topic. essay question ആയിട്ട് ചോദിക്കാറുള്ളതാണ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. മെയിൻ ആയിട്ട് രണ്ട് ഫാക്ടേഴ്സ് ഉള്ളത്, ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ മാത്രം വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഇതിൽ കമ്പനിയുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ മാത്രം. ദിസ് ഇസ് പെക്യുലിയർ ഫീച്ചർ of the company. Then the various internal factors. Then external factors എന്ന് പറയുമ്പോൾ that are external to the organizations. Then internal factors എന്ന് പറയുമ്പോൾ അതിൽ കുറേ പോയിന്റ്സ് വരുന്നുണ്ട്. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇന്റേണൽ ഫാക്ടേഴ്സ് ആണിത്. ആദ്യം തന്നെ നോക്കേണ്ടത് ഫേമിന്റെ സൈസ് നോക്കാം. ചെറിയ കമ്പനീസ് ആണെങ്കിൽ നമുക്കിപ്പോൾ അധികം ഡെറ്റ് ക്യാപിറ്റൽ ഒന്നും റേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെറ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അവർക്ക് റേസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അവരപ്പോൾ അധികം ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സും വെച്ചിട്ടായിരിക്കും ബിസിനസ് നടത്തുക. പക്ഷെ ബിഗ് ഓർഗനൈസേഷൻസ് ആവുമ്പോൾ അവർക്ക് ഡെറ്റ് ക്യാപിറ്റൽ കിട്ടാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ദെൻ അതിന്റെ ആവശ്യവും ഉണ്ട് താൻ, ലാർജ് കമ്പനീസിന്റെ കേസ് ആണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് സൈസ് നോക്കുക, ബിസിനസ് ഓർഗനൈസേഷന്റെ സൈസ് നോക്കുക. ദെൻ അവരുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ നേച്ചർ നോക്കുക. ചില കമ്പനീസ്, അതായത് ഇപ്പം മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ടാവും, ട്രേഡിംഗ് കമ്പനീസ് ഉണ്ടാവും. ട്രേഡിംഗ് കമ്പനീസിലൊന്നും ചിലതിൽ നമുക്ക് അത്രയുണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന മെഷീനറീസിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ മാനുഫാക്ചറിങ് കമ്പനീസിൽ അങ്ങനെ ആയിരിക്കില്ല, ഹെവി ഇൻവെസ്റ്റ്മെന്റ് വരും. ഈ ഹെവി ഇൻവെസ്റ്റ്മെന്റ് വരുന്ന കേസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് മാത്രം കിട്ടിയാൽ പോരാ, ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രം കൊണ്ട് പറ്റില്ല. അപ്പൊ ഡെറ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫണ്ടിന്റെ റിക്വയർമെന്റ്, ഹെവി ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ബിസിനസിന്റെ നേച്ചറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിസിനസിന്റെ നേച്ചർ നോക്കണം. ദെൻ റെഗുലാരിറ്റി ആൻഡ് സർട്ടനിറ്റി ഓഫ് ഇൻകം. അടുത്തത്, ഇപ്പൊ നമ്മൾ ഡിബഞ്ചേഴ്സ് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഫിക്സഡ് റെഗുലർ ഇന്റർവെല്ലിൽ അവർക്ക് കൊടുത്തിരിക്കണം. അതായത് ഓരോ ഇയറിലും അവർക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ ഓരോ ഇയറിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് കമ്പനിക്ക് അതിനനുസരിച്ച് എല്ലാ വർഷവും റിട്ടേൺ കിട്ടണമല്ലോ, എന്നാലല്ലേ അവർക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇൻകം റെഗുലർ ആയിട്ട് കിട്ടുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിബഞ്ചർ റേസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അല്ലാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ആയിരിക്കും അവർക്ക് ബെനിഫിഷ്യൽ ആവുക. ദെൻ അടുത്തത് അസറ്റ് സ്ട്രക്ചർ ആണ്. ഓർഗനൈസേഷന്റെ അസറ്റ് സ്ട്രക്ചർ നോക്കണം.
ചിലത് ഇപ്പോൾ കൂടുതൽ ഫിക്സഡ് അസറ്റ് ആയിരിക്കും, ചിലത് കറണ്ട് അസറ്റ് ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അതിന് വേണ്ട ഫിനാൻസ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. കറണ്ട് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും ഫണ്ട് റേസ് ചെയ്യേണ്ടത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും നമുക്ക് അതിന് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക, അതിൻ്റെ ആവശ്യം മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ദെൻ അപ്പോൾ അസറ്റ് സ്ട്രക്ചർ നോക്കുക. ദെൻ അടുത്തത് പീരീഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസിങ്. നമ്മൾ എന്ത് പർപ്പസിനാണ് ഫണ്ട് റേസ് ചെയ്യുന്നത് നോക്കുക, അതിൻ്റെ പീരീഡ് നോക്കുക. ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ ലോങ് ടേം അസറ്റ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോങ് ടേം നേച്ചറുള്ള ക്യാപിറ്റലാണ് യൂസ് ചെയ്യുക. അതിൻ്റെ പീരീഡ് നോക്കുക, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അസറ്റ് സ്ട്രക്ചറിൻ്റെ കേസ്. പിന്നെ ഫേമിൻ്റെ ഓർഗനൈസേഷൻ്റെ ഏജ് നോക്കണം, എത്ര വർഷമായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഏജ് നോക്കുകയാണ്, കുറേ നാളായിട്ടുള്ളതാണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേമാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കാം. ദെൻ കൺട്രോൾ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അധിക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യും, ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും. എക്സ്ട്രാ ഒക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ പേരിന് മാത്രം ഇക്വിറ്റി ക്യാപിറ്റൽ വെച്ച് ബാക്കിയുള്ളത് ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും. ദെൻ അടുത്തത് ഫ്യൂച്ചർ പ്ലാൻസ്, അവരുടെ എക്സ്പാൻഷൻ പ്രോഗ്രാംസിനെ പറ്റി വരികയാണെന്ന്. അപ്പോൾ ആ എക്സ്പാൻഷൻ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്നുണ്ടെങ്കിൽ അത് ഫണ്ട് കിട്ടുക നമുക്ക് ഏതാന്ന് നോക്കാം, അതിൻ്റെ അവൈലബിലിറ്റി നോക്കാം. ചിലപ്പോൾ ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും കിട്ടുക, അപ്പോൾ അത് റേസ് ചെയ്യേണ്ടതായിട്ട് വരും ആ ഫ്യൂച്ചർ പ്ലാനിനനുസരിച്ച്. ദെൻ അവർ ഓപ്പറേറ്റിംഗ് റേഷ്യോ നോക്കണം. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ അവർ ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിൻ്റെ അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റിട്ടേൺ, ആ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റിട്ടേൺ, അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റേഷ്യോ. ആ റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുക, അത് നോക്കി ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ വേണം നോക്കുക. ദെൻ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണ്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിബഞ്ചേഴ്സ്, ഫിക്സഡ് കോസ്റ്റ് വരുന്ന ക്യാപിറ്റലുകൾ, ഫിക്സഡ് കോസ്റ്റ് വരുന്ന ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ, ലോൺ, അതുപോലെ ഒരു പരിധിവരെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള കൂടുതൽ ക്യാപിറ്റൽസ് ഇക്വിറ്റി ഷെയറിൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഫിക്സഡ് കോസ്റ്റ് വരുന്ന ക്യാപിറ്റലുകൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഫേം ആണെങ്കിൽ അവർ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റും ഡിബഞ്ചറും ലോണും ഒക്കെ അവർ റേസ് ചെയ്യും, ഫിക്സഡ് ക്യാപിറ്റലൊക്കെ. ഓക്കെ, ദീസ് ആർ ഓൾ അബൌട്ട് ദ ഇന്റേണൽ ഫാക്ടേഴ്സ് ഓഫ് capital structure decisions. Then next we move on to external factors. External factors എന്ന് പറയുമ്പോൾ these factors are concerned with future developments likely to take place in the economy and the industry to which the company belongs. ഈ മാനേജ്മെന്റിന് ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നും ഉണ്ടായിരിക്കില്ല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമേ കിട്ടണുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതേ റേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ നോക്കാം. ദെൻ അടുത്തത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ്, നേച്ചർ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പഠിക്കുമ്പോൾ അതിൽ പഠിക്കും, ഇൻവെസ്റ്റേഴ്സ് പല കാറ്റഗറിയിലുള്ളവരാണ്. ഇൻവെസ്റ്റേഴ്സ് ഫിയർ ആയിട്ടുള്ള കാറ്റഗറിയിലുള്ളവരുണ്ട്, ഗ്രീഡി ആയിട്ടുള്ള കാറ്റഗറിയിലുണ്ട്, അല്ലെങ്കിൽ സേഫ്റ്റി നോക്കുന്നവരുണ്ട്, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇപ്പം മാർക്കറ്റിൽ എങ്ങനെയുള്ള ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് ആണ് ഉള്ളത്, നമുക്ക് ഇപ്പോഴാണ് ഫണ്ട് ആവശ്യം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഏത് ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് ആണ് കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ആക്ട് ചെയ്യണത്. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ആവുമ്പോൾ അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് കൂടുതലുള്ളതാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ റെഗുലർ റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇക്വിറ്റി ഷെയർ അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്യില്ല. ദെൻ അവർ അപ്പോൾ പ്രിഫർ ചെയ്യുക ഒന്നുകിൽ പ്രിഫറൻസ് ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ നേച്ചറിനനുസരിച്ച് നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫണ്ട് കണ്ടെത്താനായിട്ട് നോക്കാം. ഇനി അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ആണ്. ഇത് ചില റൂൾസ് നമ്മുടെ ഗവൺമെൻറ് ചില കമ്പനികളുടെ കേസിൽ ഫണ്ട് റേസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ആണ് ഡെറ്റ് ക്യാപിറ്റൽ പാടുള്ളൂ, ഇത്ര പെർസെൻറ്റേജ് പ്രിഫറൻസ്, അങ്ങനെ ചില കമ്പനീസിൻ്റെ കേസിൽ അങ്ങനെ ഉണ്ട്. അത് ഒരു എക്സാമ്പിളാണ്, അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഓരോ ലോസും ആ ലോസിനനുസരിച്ച് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും.
പിന്നെ ടാക്സേഷൻ പോളിസി നോക്കണം. ഹൈ ടാക്സ് റേറ്റ് പോളിസി ആണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസിന് എഫക്ട് ചെയ്യും. കാരണം ഈ ഹൈ ടാക്സ് റേറ്റ് എന്നുള്ളത് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെ ആളുകൾ ഡിസ്കറേജ് ചെയ്യാണ് ചെയ്യുക. ഡിബഞ്ചേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്നത് എൻകറേജ് ചെയ്യും. കാരണം അറിയാലോ, ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്, അതുകൊണ്ട്. ഓക്കെ, പിന്നത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പോളിസീസ് ആണ് അടുത്തത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പോളിസീസ് എന്ന് പറയുമ്പോൾ ചില നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു ബാങ്കിൽ ലോൺ എടുക്കാനായിട്ട് നമ്മൾ ചെല്ലുകയാണ്. അങ്ങനെ ബാങ്കിൽ ലോൺ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ ചോദിക്കും, നമ്മുടെ കമ്പനിയിൽ എത്ര ക്യാപിറ്റൽ ആണ്, ഏതൊക്കെ ടൈപ്പ് ആണ്, ഇക്വിറ്റി ക്യാപിറ്റൽ എത്ര, ഡിബഞ്ചർ എത്ര. അപ്പൊ അതിൽ അവർ ഡിബഞ്ചറിന്റെ അളവ് കൂടുതലാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ബാങ്കുകൾ നമുക്ക് ലോൺ തരാൻ സമ്മതിക്കില്ല. അങ്ങനെയുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിച്ചിരുന്നു, റെസ്ട്രിക്റ്റീവ് കവനൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചായിരുന്നില്ലേ ആ ലോണിന്റെ കേസ്. അതുപോലെ കവനൻസ് പഠിച്ചിരുന്നു മുൻപത്തെ ഇതിൽ, സോഴ്സ് ഓഫ് ഫിനാൻസ് എന്നുള്ള ചാപ്റ്ററിൽ. അവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ അടുത്ത് കണ്ടീഷൻ വെക്കും, ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ ഉള്ളൂ. അതുപോലെ ലോൺ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്, പിന്നെ വീണ്ടും നമ്മൾ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് എക്സ്പാൻഷൻ പ്രോഗ്രാമിന് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും അവർ കണ്ടീഷൻ വെക്കും, ഇനി ഡെറ്റ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല, അങ്ങനെ കണ്ടീഷൻ വെക്കും. അപ്പോൾ അവരുടെ പോളിസി നോക്കണം. അതുപോലെ നമ്മൾ കോസ്റ്റ് നോക്കണം. കോസ്റ്റ് മിനിമം കോസ്റ്റ് വരുന്നതാണ് പ്രിഫർ ചെയ്യേണ്ടത്. ദെൻ വേരിയേഷൻ, സീസണൽ വേരിയേഷൻസ് നോക്കണം. സീസണൽ വേരിയേഷൻസിനനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എടുക്കേണ്ടതായിട്ട് വരും. ചില സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് ഫണ്ട് ആവശ്യം വന്നു ചില സീസണിൽ. അപ്പം അങ്ങനെ വന്നപ്പോൾ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എടുക്കേണ്ടതായിട്ട് വരും. ദെൻ എക്കണോമിക് കണ്ടീഷനിൽ വരുന്ന ഫ്ലക്ച്വേഷൻ, ദെൻ കോമ്പറ്റീഷൻ. അപ്പോൾ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനൊക്കെ അനുസരിച്ച് നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ഇനി എന്താണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബെസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഇത് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ. ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ക്യാപിറ്റൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ, കോസ്റ്റും റിട്ടേണും. കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, ദെൻ റിട്ടേൺ മാക്സിമൈസ് ചെയ്യുക. അങ്ങനെ മിനിമം കോസ്റ്റിൽ മാക്സിമം റിട്ടേൺ ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണോ അതിനെ പറയുന്ന പേരാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തായെന്ന് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ദിസ് ഇസ് ദ അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ നമ്മുടെ ഓർഗനൈസേഷനിലെ മിനിമം കോസ്റ്റിൽ മാക്സിമം റിട്ടേൺ ഗെയിൻ ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷനിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. The capital structure which maximizes the value of the firm is called optimum capital structure. It is, simply refers to the best or most economical capital structure. Debt and equity capital ന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ, അതായത് it maximizes the value of the firm and minimizes the cost of capital. ആ ഒരു സ്റ്റേജിലുള്ള ക്യാപിറ്റലിന്റെ കോമ്പിനേഷൻ ആണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ. ദെൻ ഇനി എസെൻഷ്യൽസ് ആണ്. ഒരു നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആവണം, ഗുഡ് ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് എസെൻഷ്യൽസ് ആയിട്ട് വേണ്ടത്? അപ്പൊ അതിൽ മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത്, ഒന്ന് മിനിമം കോസ്റ്റ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മിനിമം കോസ്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന റിസ്ക് അതും മിനിമം ആയിരിക്കണം. കോസ്റ്റ് പറയുമ്പോൾ അവിടെ റിസ്ക്കും കണക്റ്റഡ് ആണല്ലോ, മിനിമം കോസ്റ്റ് മിനിമം റിസ്ക്. പിന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിട്ടേൺ മാക്സിമം റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ളതായിരിക്കും. അതുപോലെ മാക്സിമം കൺട്രോൾ എന്ന് പറയുമ്പോൾ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കണം മാക്സിമം കൺട്രോൾ. അപ്പോൾ കൂടുതലും ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാണ്ട്, അങ്ങനെ വരുമ്പോഴാണ് അവിടെ കൺട്രോൾ ഡൈലൂഷൻ വരിക. അതുകൊണ്ട് കുറഞ്ഞ ഇക്വിറ്റി ഷെയർസിന്റെ എണ്ണം പരമാവധി കുറച്ച് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും ആൾക്കാർ മതി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട്. അപ്പോൾ മാക്സിമം കൺട്രോൾ. അതുപോലെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന് സേഫ്റ്റി ഉണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഭയങ്കര റിസ്ക് എടുത്ത് എന്താ പറയാ, കഴുത്തിൽ ബ്ലേഡ് വെച്ചുകൊണ്ട് നമ്മൾ അതിന് മുന്നോട്ട് പോകരുത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എപ്പോഴും നമ്മൾ നമ്മുടെ ഭാഗം കൂടി നോക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഫണ്ട്, ആ ഫണ്ടിന് നമുക്ക് റിട്ടേൺ കിട്ടുമോ, അത് ഏത് ടൈപ്പ് ക്യാപിറ്റൽ എടുത്താലാണ് അത് റിട്ടേൺ കിട്ടുക,
ദെൻ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അതിന് നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ദെൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഈ കോമ്പിനേഷൻ സിമ്പിൾ ആയിരിക്കണം, നമുക്ക് ആവശ്യം വരുമ്പോൾ മാറ്റാൻ പറ്റുന്നതായിരിക്കണം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന റൂൾസ് നോക്കുകയാണെങ്കിൽ അത് അട്രാക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും എസെൻഷ്യൽസ് ഓഫ് എ സൗണ്ട് ഓർ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരിക. Okay, that's all about today's video. Thank you.